വെൽക്കം ടു എസ്പിഎ വ്ലോഗ്. അപ്പൊ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവാണ്. പോണ വഴി പറഞ്ഞുതരാം ഏത് അമ്പലമാണെന്ന്. അപ്പൊ ഇനി ആരും റെഡി ആയിരുന്നില്ല. ഞാനിപ്പോ പല്ലേച്ച് എണ്ണ തേച്ചിട്ടു. ഇനി ഒന്ന് കുളിച്ചിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ അമ്പലത്തിലെത്തിയിട്ടോ. ബോർഡ് കാണിച്ചില്ലേ, തൃക്കഞ്ചൂർ മഹാശിവക്ഷേത്രം എന്നാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്. നല്ലൊരു കുളമാണ് കണ്ട. നല്ലൊരു കുളമാണ്. ആൾക്കാർ തുണി നനയ്ക്കാനും കുളിക്കാനും വരും. കുറച്ച് ആൾക്കാരൊക്കെ നീന്തുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ കുളമൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് രാവിലെ പോയത്. പിന്നെ ഞാൻ കാല് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങാണ്. ചെരുപ്പൊക്കെ അഴിച്ചിട്ട്. പിന്നെ അമ്മയാണെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നല്ലൊരു പ്ലേസാണ്. എന്നിട്ട് ഞാൻ കൈയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ ചെരുപ്പൊക്കെ അഴിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം കളിച്ചു. നല്ല രസമൊക്കെയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. നല്ലൊരു ആഴം കൂടിയൊക്കെയാണ്. പിന്നെ ആഴം കൂടിയതുകൊണ്ട് ഞാൻ അധികം നേരം നിന്നില്ല. പിന്നെ ഞാനിങ്ങനെ നടന്നു വരാണ്. അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് എന്തോ വൈശാഖ മാസമായതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ കുറേ നേരം അവിടെ നിന്നു. ഇതാണ് അമ്പലം. ഓം നമ ശിവായ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ചെരുപ്പൊക്കെ അഴിച്ചിട്ട് ഞാൻ ഉള്ളിൽ കയറാണ് കേട്ടോ. ഇതാണ് അമ്പലം കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അടുത്തതായിട്ട് തൊഴുതൊക്കെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ആൽമരത്തിൻ്റെ അവിടെയൊക്കെ നിൽക്കുകയാണ്. ഇതാണ് പുറത്തെ അമ്പലം. പിന്നെ ഒരു വഴി കൂടി ആൽമരത്തിൻ്റെ മേലെ നമ്മൾ നിൽക്കാൻ പോവുകയാണ്. കണ്ട, ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് ആൽമരത്തിൻ്റെ അവിടെ നിൽക്കണേ. പിന്നെ ഞാനിങ്ങനെ ചിരിച്ചു. പിന്നെ നമ്മൾക്ക് കുറച്ചും കൂടി തൊഴുതാനുള്ളത് കൊണ്ട് നമ്മൾ അവിടെ നിന്നില്ല. പിന്നെ നല്ല ഒരു സ്പോട്ടാണ് ഇത്. ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിങ്ങനെ നടന്ന് ഇവിടെ എത്തിക്കണ്ട. കുറേ ആൽമരമുണ്ട്. പിന്നെ കുറേ ഇതൊക്കെ ഉണ്ട് പ്രാർത്ഥിക്കാനുള്ള. കണ്ടോ, ഇതുപോലെയൊക്കെ. പിന്നെ ഒരു ഉള്ള് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് സോറി, ഉള്ളിൽ കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ പോയി ആ അമ്പലത്തിൻ്റെ അവിടെ എത്തണം. അമ്പലമല്ല, ആ തൊഴുതൻ അവിടെ എത്തണം. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയൊക്കെ നോക്കണുണ്ട്. പിന്നെ കുറേ ചെടികളുണ്ട്. പിച്ചാനൊന്നും പറ്റില്ല. കുറേ പൂവുകളുണ്ട്. അമ്പലമുണ്ട്. നല്ലൊരു സ്പോട്ടാണ് ഇത്. അപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ അവിടെ എത്തി. ഞാനിങ്ങനെ നടക്കാണ്. പിന്നെ ഇങ്ങനെ നടന്ന് നമ്മൾ ആ തൊഴുതന്നെ മഹാവിഷ്ണു ആണ് കേട്ടോ. നമ്മളിങ്ങനെ നമ്മൾ തൊഴുതിയിട്ട് വരാണ് കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് വരാണ്. പിന്നെ ചുറ്റിയൊക്കെ വരാണ്. കണ്ട, കുറേ ആൾമാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രസമാണ്. ഞാനിങ്ങനെ ഒരു പാലൊക്കെ കേട്ടോ. ഒരു കുഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി കുഞ്ഞു കുട്ടികൾ വീഴാതിരിക്കാൻ വേണ്ടി. ഞാൻ കുഞ്ഞു കുട്ടികളല്ലോ. ഞാനിപ്പോൾ പറഞ്ഞ ഇത് നല്ലൊരു പ്ലേസാണ്. പിന്നെ മലപ്പുറത്ത് വരണവർക്ക് എന്തായാലും ഇങ്ങോട്ട് വരാം. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. തൃക്കഞ്ചൂർ മഹാശിവക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്.
പിന്നെ ഞാനിങ്ങനെ നടന്ന് വരാണ്. ഇങ്ങനെ കുറേ മുള്ള് തട്ടിയിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുറേ ഇതുണ്ട്, പാലമുണ്ട്. ഇങ്ങനെ ഞാൻ നടക്കാണ്. പിന്നെ നല്ല ഒരിതാണ്, പിന്നെ നല്ലൊരിതാണ് കേട്ടോ. ഇങ്ങനെ നടന്ന് ഇവിടേക്ക് എത്തി. പിന്നെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ ഇതൊരു വലിയ അമ്പലമായതുകൊണ്ട് നല്ല രസമായിരുന്നു. കുറേ നടക്കാൻ പറ്റി, കുറേ സ്വാമികളുടെ കണ്ടു. കുറേ പേരിങ്ങനെ തൊഴുതുന്നുണ്ട്. പിന്നെ ഇതാണ് വീഡിയോ. ബൈ.